സന്തോഷ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷത്തെ റിട്ടയർമെന്റ് എന്തുകൊണ്ടും വളരെ എന്താ പറയുക വിരസമായി പോയി. ഒരു വേള അപ്പുറത്തിരുന്നതിനേക്കാൾ ഇപ്പുറത്തെ ആള് കുറഞ്ഞ പോലെ അല്പം വിഷമം തോന്നിയൊരു സാഹചര്യം. അതിൽ ഡിഒ അത്രയും വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ആള് വളരെ കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം ആളും തന്നെ അവിടെ പ്രകടിപ്പിക്കുന്നു. അതൊന്ന് വളരെ വ്യത്യസ്തമായി വേറിട്ടൊരു അനുഭവമായി. ഒരു വട്ടമേശ സമ്മേളനം പോലെ ഒരു വേർതിരിവുമില്ലാതെ അതൊക്കെ ദിലീപായിട്ട് ഇടയിൽ പെട്ടെന്ന് ചാടിയിട്ട് ആശ്വാസം പിന്നെ വരുന്നത്. അപ്പൊ ഒരു വട്ടമേശ സമ്മേളനം പോലെ മറന്നുപോയിട്ട് ആശംസ അറിയിക്കാൻ വേണ്ടി അതുകൊണ്ടും വളരെ രസകരമായ രീതിയിൽ ഇനി പ്ലാൻ നന്നായി നല്ലൊരു അന്തരീക്ഷവും ഇതേപോലെ തന്നെ ചെയ്യുന്ന അതിൽ 3 പേര് ശരിക്കും ഒരാള് ശരിക്കും എനിക്ക് കൂടുതൽ വ്യക്തിപരമായിട്ട് പരിചയം കൂടുതലാണ്. കാരണം പക്ഷേ ഞാൻ ഒരുമിച്ച് ബസ്സിൽ വിക്ടോറിയയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിരുന്ന ആളാണ്. നാരായണ മാഷാണെങ്കിലും പ്രകാശ് മാഷാണെങ്കിലും കയറിയ കൊല്ലം മുതൽ എത്ര എടുത്ത് വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ എല്ലാവരുമായിട്ടും ഇപ്പോ ഏകദേശം ആ സർവീസിന്റെ ഒരു അവസാന പിരിമുറുക്കം ഇറക്കുന്നതിന്റെ പിരിമുറുക്കം ഇറക്കി വെക്കുന്നതിന്റെ ഒരു റിലാക്സേഷൻ അടുത്ത് വരാൻ പോകുന്ന റിലാക്സേഷനെ കുറിച്ചായിരിക്കും ഒരു ചിന്തിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ അത് ടൈം ഇതിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ആ റിലാക്സേഷനോട് കൂടി നല്ലൊരു വിശ്രമ ജീവിതം ഇതിന് ശേഷം ഉണ്ടാകട്ടെ. അത് നല്ലത് പറയുമ്പോൾ വളരെ പിടിച്ചതായി ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നത്. തിരക്കില്ലാത്തൊരു ലൈഫ് ഏറ്റവും ധന്യമായ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന്